വെൽക്കം ടു ടേൽസ് ഓഫ് ലിറ്ററേച്ചർ. പോയം ഇൻ ഒക്ടോബർ. പോയം ഇൻ ഒക്ടോബർ എന്ന് പറയുന്നത് ഡിലൻ തോമസിൻ്റെ ഒരു പോയമാണ്. ഡിലൻ തോമസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വെൽഷ് പോയിറ്റാണ്, ഒരു റൈറ്ററാണ്. പിന്നീട് അതുപോലെ തന്നെ നിയോ റൊമാൻറ്റിക് പോയിട്രിയുടെ ഒറിജിനേറ്റർ എന്ന് അറിയപ്പെടുന്നത് ഡിലൻ തോമസിനെയാണ്. പിന്നീട് അദ്ദേഹം ഫേമസ് ആയിരിക്കുന്നത് ലിറിക്കൽ ആൻഡ് ഇമോഷണൽ പോയിട്രിയിലാണ്. പിന്നീട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദി വർക്കിലും കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നൊസ്റ്റാൾജിയ, ലൈഫ്, ലോസ്റ്റ് ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പാറ്റേൺ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം ബ്ലാങ്ക് വേഴ്സ് ആണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർക്ക്സിലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു വിവിഡ് ഇമേജറി എപ്പോഴും കാണും, അതായത് നേച്ചറിൻ്റെ ഇമേജസ് ഒക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദി വർക്ക്സിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഡിലൻ തോമസ് എന്ന് പറഞ്ഞൊരു വെൽഷ് പോയിറ്റാണ്, റൈറ്ററാണ്. ഒരു അദ്ദേഹം ഫേമസ് ആയിരിക്കുന്ന ലിറിക്കൽ ആൻഡ് ഇമോഷണൽ പോയിട്രിയിലാണ്. പിന്നെ ന്യൂ റൊമാൻറ്റിക് പോയിട്രിയുടെ ഒറിജിനേറ്ററും. പിന്നീട് അദ്ദേഹം പ്രത്യേകം പാറ്റേൺസ് ഒന്നും യൂസ് ചെയ്തില്ല, ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. വിവിഡ് ഇമേജറി ഒക്കെ കാണും, അതായത് നേച്ചറിൻ്റെ ഇമേജസ് ഒക്കെ വർക്ക്സിൽ കാണും. പിന്നീട് ഇത് കൂടുതൽ വർക്ക്സും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നൊസ്റ്റാൾജിയ, ലൈഫ് ആൻഡ് ലോസ്റ്റ് ആയിരിക്കും. പിന്നീട് ഈ ഒരു പോയം ഇൻ ഒക്ടോബർ എന്ന് പറയുന്ന പോയം എഴുതിയിരിക്കുന്നത് 1944 1944, അതായത് പോയിറ്റിൻ്റെ 30ാമത്തെ ബർത്ത്ഡേയുടെ അന്നാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. 27 ഒക്ടോബർ 1944 ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിറ്റിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ പോയി ആയിട്ടൂടെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പോയം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇൻ ദ ഓളിയം ഓഫ് ഡെത്ത് ആൻഡ് എൻട്രൻസസ് എന്ന് പറയുന്ന ഓളിയത്തിലായിരുന്നു ഈ ഒരു പോയം ആദ്യം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോയം എന്താണെന്ന് വെച്ചാൽ പോയിറ്റിൻ്റെ റിഫ്ലക്ഷനാണ്, റിതം ഓഫ് ലൈഫിലോട്ടുള്ളൊരു പോയിറ്റിൻ്റെ റിഫ്ലക്ഷനാണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ തുടക്കം തന്നെ പോയിറ്റ് പറയുവാണ്, പോയിറ്റ് എന്ന് പറയുന്നത് തൻ്റെ 30ാമത്തെ ബർത്ത്ഡേയിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. അതായത് തൻ്റെ 30ാമത്തെ ഇയർ ടു ഹെവൻ, സ്വർഗ്ഗത്തിലോട്ടുള്ള തൻ്റെ 30ാമത്തെ വർഷമാണെന്നാണ് പറയുന്നത്. ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്ന പോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡെത്തിനെയാണ്. ഈ ഹെവനിലോട്ടുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ ഡെത്തിൻ്റെ ഒരു സിമ്പലും കൂടാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നീട് പോയിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രീഫാണ് പറയുന്നത്, മെൻഷൻ ചെയ്യുന്നത്. അതായത് പോയിറ്റ് ഇവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒക്ടോബറിനെ വെൽക്കം ചെയ്യുകയാണ്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒക്ടോബറാണ് പോയിട്ട് കാണുന്നത്, ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കൺട്രി സൈഡിലോട്ട് ഒരു വ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണ് കാണുന്നത്. അപ്പോൾ പോയിറ്റ് വിചാരിക്കുന്നത് ഒരു ഒക്ടോബർ മന്താണ്, തൻ്റെ ബർത്ത്ഡേ മന്തായ ഒരു ഒക്ടോബർ മന്താണെന്നാണ് പോയിറ്റ് വിശ്വസിക്കുന്നത്. പിന്നീട് താൻ ഡിസൈഡ് ചെയ്യണം, ഒരു ടൗണിലോട്ട് ഒരു വാക്കിന് വേണ്ടിയിട്ട് നടക്കാൻ പോകാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാക്കിന് പോകുമ്പോഴത്തേക്ക് നേച്ചറും സറൗണ്ടിങ്സും ഒക്കെ പോയിട്ട് ഒബ്സർവ് ചെയ്യുകയാണ്. എന്നിട്ട് പോയിട്ട് പറയുകയാണ് ഇതെന്ന് പറഞ്ഞാൽ തൻ്റെ 13th ഇയർ ടു ഹെവനിലോട്ടുള്ള 30ാമത്തെ വർഷമാണെന്നാണ് പറയുന്നത്. പിന്നീട് പോയിട്ട് അവിടുന്ന് ഒരു ടൗണിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ആ ടൗണിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ബേർഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഫെദേഴ്സ് ഒക്കെ ഉള്ള രീതിയിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ഹോഴ്സസ്, അങ്ങനെയുള്ള ഒരുപാട് എലമെന്റ്സിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നേച്ചറിൻ്റെ ബ്യൂട്ടിനെയാണ് ഇതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ബേർഡ്സിനെ പറയുമ്പോഴത്തേക്ക് ബേർഡ്സ് തൻ്റെ പേര്, അതായത് പോയിറ്റിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ട് നമ്മുടെ പോയിറ്റിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് നമ്മുടെ പോയിറ്റ് ബോർഡറിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഹില്ലിലോട്ട് ക്ലൈംബ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഹില്ലിലോട്ട് ക്ലൈംബ് ചെയ്യുമ്പോഴത്തേക്ക് പോയിറ്റിൻ്റെ മനസ്സിലിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അതായത് ക്ലൗഡ്സിനെ നോക്കുമ്പോഴത്തേക്ക് പോയിറ്റിന് തോന്നുകയാണ് ഇത് ഒക്ടോബർ ആണോ, സമ്മർ ആണോ, ഒക്ടോബർ അല്ല, സമ്മർ ആണോ, സ്പ്രിംഗ് ആണോ, ഏത് സീസൺ ആണ് എന്ന് പോയിറ്റിനൊരു ആ ഒരു വെതറിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഇപ്പോൾ പോയിട്ട് നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ പോയിട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് ആലോചിക്കുകയാണ് ഇത് ഏത് സീസൺ ആണ് എന്ന് പോയിട്ട് ആലോചിക്കുകയാണ്. എന്നിട്ട് പോയിട്ട് തിരിച്ച് ഒരു ഡ്രീമി വേൾഡ്, ആ ഒരു ഡ്രീമി വേൾഡിൽ നിന്ന് തിരിച്ച് വരുന്നതായിട്ട് പറയാൻ പറ്റും. പിന്നീട് പോയിട്ട് പറയുന്നുണ്ട് ഒരു സിംഗിങ് കേൾക്കാൻ പറ്റും, ഒരു ഇമോട്ടൽ ലിറിക്സിൻ്റെ സിംഗിങ് കേൾക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആരാ പാടുന്നതെന്ന് വെച്ചാൽ പോയിട്ട് തന്നെയാണ് ഇവിടെ പാടുന്നതാണ് പറയുന്നത്. അതായത് പോയിട്ട് തന്നെ ഒരു ഇമോട്ടൽ ആയിട്ടുള്ള ഒരു ലിറിക്സിൻ്റെ സിംഗിങ് കേൾക്കാൻ പറ്റും, ഒരു സോങ് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ റെയിനിനെയും വിൻഡിനെയൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. റെയിനും വിൻഡും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു ലൈഫിൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് റെയിനും വിൻഡും ഒക്കെ സീസണെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കാണും, ഹാപ്പിനെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണും. അത് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് സീസൺ. ഓരോ സീസൺ എന്താണ് മാറിക്കൊണ്ട് വരും. പക്ഷേ എപ്പോഴും ഒന്നും തന്നെ ഇരിക്കത്തില്ലല്ലോ, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അതുമായിട്ട് ഇവിടെ സീസണെ കമ്പയർ ചെയ്യുകയാണ്. സീസണെ പോലെ തന്നെ ലൈഫിലെ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒന്നാണെന്നാണ് ഈ ഒരു സീസണിൻ്റെ ചേഞ്ചിലൂടെ നമ്മുടെ പോയിട്ട് മെൻഷൻ ചെയ്യുന്നത്. പിന്നീട് പോയിട്ട് ഹിൽ ടോപ്പിൽ റീച്ച് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിൽ ടോപ്പിലോട്ട് ക്ലൈംബ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഹിൽ ടോപ്പിൽ എത്തി. പോയിട്ട് ഹിൽ ടോപ്പിൽ എത്തിയിട്ട് മേളിൽ നിന്ന് താഴോട്ട് നോക്കുവാണ്. അപ്പോൾ മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പോയിട്ടിന് തോന്നുന്നത് ചർച്ചും ടവറും എല്ലാം ഹാർബറും എല്ലാം പോയിട്ടിന് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് പറയുകയാണ് ഈ ചർച്ചും ഹാർബറും ടവറും എല്ലാം എന്താണ്, ചെറുതായിട്ടാണ് പോയിട്ടിന് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ പോയിട്ട് ഇപ്പോൾ എന്താണ്, ഹിൽസിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ പോയിട്ടിന് ബാക്കിയെല്ലാം സീംസ് ചെയ്യുന്നത് എന്താണ്, സ്മോൾ ആയിട്ടാണ് സീം ചെയ്തത്. പിന്നീട് പോയിട്ട് ഹിൽ ടോപ്പിൻ്റെ മേളിൽ എത്തി എന്ന് പറഞ്ഞാൽ ഹിൽ ടോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ട് പോയിട്ട് തൻ്റെ പാസ്റ്റ് മെമ്മറീസിനെ പറ്റി ഓർക്കുവാണ്. കാരണം പണ്ട് തൻ്റെ ചൈൽഡ്ഹുഡിൽ തൻ്റെ അമ്മയുമായിട്ട് ഈ ഒരു ഹിൽ ടോപ്പിൻ്റെ മേളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനെ പാസ്റ്റ് മെമ്മറീസിനെ പറ്റിയിട്ട് ഓർക്കുവാണ്. കാരണം ഇപ്പോൾ അത് ലാസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു പാസ്റ്റ് മെമ്മറീസിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ പോയിട്ടിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാണ്. പിന്നീട് ട്രീസും ഫിഷും സ്റ്റോൺസും ഒക്കെ പണ്ട് പോയിട്ടിൻ്റെ ചൈൽഡ്ഹുഡിൽ പോയിട്ടുമായിട്ടൊരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും എന്താണ്, ഇപ്പോൾ അതൊക്കെ വെറും ഒരു മെമ്മറീസ് മാത്രമായിട്ട് പോയി പോലെ. പിന്നീട് ഇവിടെ പാന്തനിസം എന്ന് പറയുന്ന എലമെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗോഡിനെ
കണക്ട് ചെയ്യുകയാണ്, യൂണിവേഴ്സുമായിട്ട് ഗോഡിനെ കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നീട് എന്ന് പറഞ്ഞാൽ പോയിറ്റ് എന്ന് പറയുന്നത് നേച്ചറിനെ വർഷിപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി പോയിറ്റിൽ പോയിറ്റ് റിയലൈസ് ചെയ്യുവാണ് ഇതൊരു ഓട്ടം സീസൺ ആണെന്നും താൻ ഇനി റിയാലിറ്റി ഫേസ് ചെയ്യണമെന്നും ഇത് തൻ്റെ ഒരു സ്വപ്നം, ഒരു ഡ്രീം മാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ പോയിറ്റ് മനസ്സിലാക്കുവാണ്, റിയലൈസ് ചെയ്യുവാണ്. എന്നിട്ട് പോയിറ്റിന് ലാസ്റ്റ് എന്താണ്, പോയിറ്റ് ഹോപ്പ് ചെയ്യുവാണ്. പോയിറ്റിന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അടുത്ത ഒക്ടോബറിൽ തൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് താൻ ഈ സെയിം സംഭവം എക്സ്പീരിയൻസ് ചെയ്യണേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രീം വേൾഡിൽ താൻ എത്തണേ, അല്ലെങ്കിൽ സ്വപ്നം കാണണേ എന്ന് നമ്മൾ എക്സ്പീരിയൻസ് സെയിം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണേ എന്ന് നമ്മുടെ പോയിട്ട് വിശ്വസിക്കുകയാണ്, ഹോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയുള്ള ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം നമ്മൾ ഡിലൻ തോമസിന്റെ ആണ് പോയം ഇൻ ഒക്ടോബർ എന്ന് പറഞ്ഞു. ഡിലൻ തോമസിനെ പറ്റി പറഞ്ഞു, വെൽഷ് പോയിറ്റാണ്, റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഓഫ് ദി വർക്കിൽ കാണാൻ പറ്റുന്നത് നൊസ്റ്റാൾജിയും ലൈഫും ലോസ്റ്റും ഒക്കെയാണ്. പിന്നീട് അദ്ദേഹം ഒരു നിയോ റൊമാൻറ്റിക് പോയിറ്റിന്റെ ഒറിജിനേറ്ററുമാണ്. പിന്നീട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകം സ്റ്റൈലൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു ബ്ലാങ്ക് വേഴ്സിലാണ് മോസ്റ്റ് ഓഫ് ദി പോയിംസ് എഴുതിയിരിക്കുന്നത്. പിന്നീട് പറഞ്ഞത് വിവിഡ് ഇമേജസ് ഒക്കെയാണ് വർക്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് പോയം എന്ന് പറയുന്നത് പിന്നീട് ഫേമസ് ആയിരിക്കുന്നത് ലിറിക്കൽ ആൻഡ് ഇമോഷണൽ പോയിറ്റിലൂടെയാണ്. പിന്നീട് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് 1944 ഒക്ടോബർ 27ലാണ്. അദ്ദേഹത്തിന്റെ 13th ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. പിന്നീട് പോയം ആദ്യം പബ്ലിഷ് ചെയ്തിരിക്കുന്ന വോളിയം ഓഫ് ഡെത്ത് ആൻഡ് എൻട്രൻസസിലാണ്. ഈ ഒരു പോയം കൊണ്ട് ഉദ്ദേശിക്കുന്ന റിഫ്ലക്ഷൻ ഓഫ് റിതം ഓഫ് ലൈഫ് ആണ്. ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് പോയറ്റ് എന്ന് പറയുന്നത് 13 ഇയേഴ്സ് ഹെവൻ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒക്ടോബറിനെ വെൽക്കം ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ട് കൺട്രി സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ ബേർഡ്സിനെ എല്ലാം കാണാൻ പറ്റുന്നത്, ബേർഡ്സും ഹോഴ്സസ് എല്ലാം കാണാൻ പറ്റുന്നത് പറഞ്ഞിട്ട്, പിന്നെ ബേർഡ്സ് ഒക്കെ തന്റെ പേര് മെൻഷൻ ചെയ്യുന്നതായിട്ട് പറയുന്നത്. എന്നിട്ട് ബോട്ടിലോട്ട് അങ്ങോട്ട് വാക്കിനെ പോകുന്ന കാര്യം പറയും, നേച്ചറിനെ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹില്ലിൽ എത്തുന്ന കാര്യം പറഞ്ഞിട്ട്, ഹില്ലിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് ഹില്ലിലെത്തുന്ന വഴിക്ക് എന്ത് സീസണിനെ ഓർത്ത് അദ്ദേഹം ഏത് സീസണാണെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന കാര്യം പറഞ്ഞിട്ട്, പിന്നെ ഹില്ലിന്റെ ടോപ്പിൽ എത്തുമ്പോഴത്തേക്ക് തന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം വരുവാണെന്ന് പറഞ്ഞിട്ട്, പിന്നീട് ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ പറ്റി ഓർമ്മ അദ്ദേഹത്തിന് കണ്ണിന് ടീയേഴ്സ് വരുന്നുണ്ട്. പണ്ട് ഒരു കാലത്ത് ചൈൽഡ്ഹുഡിൽ തന്റെ മദറുമായിട്ട് പോയിട്ടുണ്ടെന്നും ഫിഷും ട്രീസും സ്റ്റോൺസും ഒക്കെ ആയിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്, പിന്നീട് പാന്തനിസം എലമെന്റ്സ്, അതായത് ഗോഡിനെ കണക്ട് ചെയ്യുന്ന യൂണിവേഴ്സുമായിട്ട് വന്നുകൊണ്ട് പിന്നെ നേച്ചറിനെ വർഷിപ്പ് ചെയ്യുന്ന കാര്യം അറ്റ് ദ എൻഡിൽ പോയിട്ട് റിയലൈസ് ചെയ്യുവാണ്. ഇതെന്ന് പറഞ്ഞാൽ തന്റെ ഡ്രീം മാത്രമാണെന്നും ഇതൊരു ഓട്ടം സീസൺ ആണെന്നും അല്ലാണ്ട് എന്താ സമ്മർ സീസൺ അല്ല എന്ന് പോയിട്ട് മനസ്സിലാക്കുവാണ്. എന്നിട്ട് പിന്നീട് ലാസ്റ്റ് പറയുന്നത് പോയിട്ട് ഈ ഒരു സെയിം എക്സ്പീരിയൻസ് ഇനിയുള്ള ബർത്ത്ഡേക്കും തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഒരു പോയം എൻഡ് ചെയ്യുവാണ്. പിന്നെ ഇതിനകത്തുള്ള മേജർ തീംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമ്മിങ് ഓഫ് ഏജ്, ലോസ് ഓഫ് ചൈൽഡ്ഹുഡ്, റിമെമ്പറിംഗ് ദ പാസ്റ്റ്, ഇതൊക്കെയാണ് മേജർ തീംസ്.